ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാം കേട്ടോ. അതുകൂടാതെ കുറച്ച് ടിപ്സും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണയായിട്ട് എല്ലാവരും തന്നെ കോഴിമുട്ട ഒന്ന് വേവിച്ചെടുക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് ഫ്ലെയിം ഒക്കെ കുറച്ചൊരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ വെക്കാറുണ്ട് അല്ലേ, എന്നാലേ മുട്ട നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. പക്ഷെ ഇനി അതിന്റെ ആവശ്യമില്ല. നമ്മൾ നേരെ കുക്കർ എടുക്കുക, കുക്കറിലേക്ക് ഈ ഓരോ മുട്ട ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ എത്ര കോഴിമുട്ട ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ചിലവരുടെ വീട്ടിൽ അംഗസംഖ്യ കുറവാണെങ്കിൽ ഒരു 4 അല്ലെങ്കിൽ 5 അത്രയൊക്കെ എടുക്കാറുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 10 എണ്ണം ഉണ്ട്, അങ്ങോട്ട് വെച്ച് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആ ഒരു കോഴിമുട്ടയുടെ ലെവലിൽ വെള്ളം നിൽക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ എടുക്കാം. സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങുന്ന അത്രയും സമയം വേണ്ട, ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ നേരെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിൻ്റെ ആ ഒരു എയർ എല്ലാം പോയതിന് ശേഷം മാത്രം നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ വിസിൽ പൊക്കി കളയരുത്. എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നന്നായിട്ട് മുട്ട ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ പെട്ടെന്ന് ആ തൊലി ഒന്ന് വിട്ടാൻ വേണ്ടിയിട്ട് പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഐസ് വാട്ടർ ഒന്നും വേണ്ട, സാധാരണ നമ്മുടെ പൈപ്പിലെ വെള്ളത്തിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടാതെ ചെറുതായിട്ട് ഇങ്ങനെ ക്രാക്ക് ഉണ്ടാവും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ. സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക, മുട്ടയുടെ ആ എഗ്ഗും ആ ഉണ്ണിയൊക്കെ ഇങ്ങനെ പുറത്തേക്ക് ചിലപ്പോൾ അലന്ന് പോകാറുണ്ട് അല്ലേ. പക്ഷെ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പവും വരത്തില്ല കേട്ടോ. നമ്മൾ എത്ര കോഴിമുട്ടയാണോ ഇട്ട് കൊടുത്തത് അത്ര എണ്ണം നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതേ മുട്ടയുടെ തൊലി അങ്ങോട്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ വിട്ടങ്ങോട്ട് പോരുകയും ചെയ്യും. ഇതാ നോക്കേ, നല്ല സൂപ്പറായിട്ട് നമുക്കിതിൻ്റെ തൊലി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി മുതൽ കോഴിമുട്ട പുഴുങ്ങുമ്പോണ്ടല്ലോ കുക്കറിൽ വെച്ചിട്ടൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് വെന്തോന്ന് നോക്കാം. ചിലർക്ക് സംശയം ഉണ്ടാവും, ഒറ്റ വിസിലല്ലേ, അപ്പം പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റവ് ഓഫാക്കുകയും ചെയ്തല്ലോ, ഇനി മുട്ട ഒന്ന് വെന്തിട്ടുണ്ടാവുമോ എന്ന്. ഇതാ നോക്കിയേ, ഇതിൻ്റെ അകമൊക്കെ നമുക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറി വെക്കാം. അപ്പോൾ ഞാൻ മുട്ട ഒന്ന് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ, വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു പാത്രം സ്റ്റവിൽ വെക്കാം, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ്, അതായത് ഈ മുട്ടക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടട്ടെ. ഈ സമയത്ത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് ഇതിലേക്ക് 5 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത് കൂടാതെ നമുക്ക് കുറച്ച് പെരുംജീരകം, അതായത് വലിയ ജീരകം കുറച്ച് മതി, അധികമൊന്നും വേണ്ട, ഇത്രയും മതി, ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം. പേസ്റ്റ് പോലെ അടിയേണ്ട, ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി. ചെറുതായിട്ട് ആ ജീരകം ഒന്ന് കടിക്കാനായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ ഇതാ സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. നമുക്കിതിന് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡൊന്നും ആകേണ്ട ആവശ്യമില്ല. നമുക്ക് നേരെ ഈ മിക്സിയിൽ നമ്മളിപ്പോൾ ഒന്ന് ഒതുക്കിയെടുത്തില്ലേ, ആ ഒരു കൂട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ ജാർ ഇപ്പോൾ തന്നെ സിങ്കിലേക്ക് കൊണ്ടിടരുത്, അതിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഗ്രേവിക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കാരണം ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒത്തിരി ഫ്ലേവർ എന്തായാലും ആ മിക്സഡ് ജാറിൽ ഉണ്ടാവും. അപ്പോൾ ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ കറിവേപ്പില ഇതിലേക്ക് ചേർത്തിട്ടില്ല. നമ്മൾ ഇനിയാണ് കറിവേപ്പില ചേർക്കാൻ പോകുന്നത്. അതിന് കാരണമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മുട്ടക്കറി വിളമ്പുമ്പോൾ ഉണ്ടല്ലോ, ആ കറിവേപ്പില ഇതിൽ അങ്ങനെ തന്നെ ഉണ്ടാവും. നമ്മൾ ആദ്യമേ കറിവേപ്പില ചേർക്കുവാണെങ്കിൽ അത് ഒത്തിരി അങ്ങ് ഓവറായിട്ട് ഫ്രൈ ആയി പോകും. അപ്പോൾ കറി കാണാൻ വേണ്ടി ഒരു ഭംഗി ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി എല്ലാം ചേർക്കാൻ പോവാം കേട്ടോ. ഇതിലൊരു 3/4 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിച്ച ഗരം മസാല പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലെ മുളക് പൊടിയൊക്കെ വളരെ കുറവ് മതി, 1/2 സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ആ ഒരു കറിയുടെ കളർ അങ്ങോട്ട് മാറിപ്പോവും. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായില്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കണമെങ്കിൽ അങ്ങനെ ആവാം. അപ്പോൾ കറിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്, അപ്പോൾ ഞാൻ ഇത്രയും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോ മുട്ട ഇങ്ങനെ കൂടെ വെച്ച് കൊടുക്കാം. കട്ട് ചെയ്തിട്ടാണെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും കറി കാണാനായിട്ട്. അങ്ങനെ തന്നെയാണെങ്കിൽ അത്ര ഭംഗി കുറവായിരിക്കും. അപ്പോൾ ഞാൻ ഓരോ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കൂടെ വെച്ച് കൊടുത്തേ. ഇനി നമുക്ക് ഇളക്കിയൊന്നും വേണ്ട കേട്ടോ, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു മൂടി പാത്രം അടച്ചു വെക്കാം.
ഒരു 2 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, എന്നാലേ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുള്ളൂ. അപ്പോൾ അതേ നമ്മുടെ ടേസ്റ്റുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്.